LSGയും KKRുമാണ്, രണ്ട് അടിവാരൻ ടീമുകളുടെ പോരാട്ടമാണ്. രണ്ട് ടീമിനോടും ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ഏത് ടീമിനാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ജയിക്കാൻ ഒരു ആഗ്രഹമില്ലാത്ത ടീം. അതിലിപ്പം ചില സമയത്ത് സങ്കടം. മഴ പെയ്ത് വാഷ് ഔട്ടായി രണ്ട് ടീമിന് ഓരോ പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടോ അവിടെ? മഴയുടെ സാധ്യത ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മഴ പെയ്താൽ നല്ലത് എന്ന് തോന്നുന്ന ഒരു പോയിന്റെങ്കിലും കിട്ടില്ല രണ്ടുപേർക്കും. പക്ഷേ പിന്നെ ഈ ഇതില് രണ്ടുപേരും, അജിങ്ക്യ രഹാനയുടെ മുഖവും അതുപോലെ ഋഷഭ് പന്തിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്, രണ്ടുപേരും. പിന്നെ സഞ്ജീവ് ഗോയങ്കയുടെ മുഖവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ സഞ്ജീവ് ഗോയങ്ക 27 കോടി രൂപയൊക്കെ ഒരാൾക്ക് കൊടുത്തിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഋഷഭ് പന്ത് ഒരു കാലത്ത് ചോദിക്കുന്നു ഋഷഭ് പന്ത് ഒരു കാലത്തല്ല ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച പ്ലെയർമാരിൽ ഒരാളാണ്, ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ടീം ജയിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം ലക്നൌവിന് കൊൽക്കത്തയെ അപേക്ഷിച്ച് ലക്നൌവിന് ഒരു എഡ്ജ് ഉണ്ട്. ലക്നൌവിന് നല്ല കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ അവരാരും ഫോമിലല്ല എന്നുള്ളതാണ് അവരെ പിന്നെ അലട്ടുന്നത്. അതെ, എയ്ഡൻ മാർക്രം അതുപോലെ മിച്ചൽ മാർഷ്, അവർ രണ്ടുപേരും അന്താരാഷ്ട്ര ക്യാപ്റ്റന്മാരാണ്. നിക്കോളാസ് പൂരനും ഇടക്കാലത്ത് വെസ്റ്റ് ഇൻഡീസിന്റെ ക്യാപ്റ്റനായിരുന്നു. ഈ ഋഷഭ് പന്ത് മറ്റൊരു ക്യാപ്റ്റൻ. ഇത്രയധികം ക്യാപ്റ്റന്മാരുള്ള ഈ മുംബൈ ഇന്ത്യൻസിന്റെ അതേ പ്രശ്നമാണ്, കുറെ ക്യാപ്റ്റന്മാരുണ്ടായിട്ട് അവരെവിടെ എത്തുന്നില്ല. ഈ ലക്നൌവിന്റെയും പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ക്യാപ്റ്റന്മാരുണ്ട്, പക്ഷെ അവരാരും പിന്നെ ഇമ്പ്രസീവായിട്ട് അല്ലെങ്കിൽ ടീമിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇതിനൊന്ന് മോചിപ്പിക്കണം എന്ന രീതിയിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാത്തത് പോലെ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് പിന്നെ എയ്ഡൻ മാർക്കത്തുനിന്നോ അല്ലെങ്കിൽ മിച്ചൽ മാർഷെന്നോ ഒക്കെ വരേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഇപ്പം ഋഷഭ് പന്തിന് തന്നെ വേണമെങ്കിൽ ഈ ക്യാപ്റ്റൻസി എയ്ഡൻ മാർക്കമിന് കൊടുത്ത് മാറി നിന്ന് അദ്ദേഹത്തിന് ഒരു പ്ലെയറായിട്ട് ഫ്രീ ബേർഡായിട്ട്, കാരണം അങ്ങനെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഋഷഭ് പന്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ക്യാപ്റ്റൻസി മാർക്കം മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റനായിരുന്നു മാർക്കം. അപ്പം മാർക്കം പ്രത്യേകിച്ച് വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ ഈ ക്യാപ്റ്റൻസി സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും നഷ്ടപ്പെട്ടൊരു താരമാണ്. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിച്ചിരുന്നു. സൗത്ത് ആഫ്രിക്കയെ ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു നായകൻ അവിടെ ഉള്ള സമയത്ത് അവർക്ക് ആർക്കും ഇനീഷ്യേറ്റീവ് എടുക്കാതെ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പന്ത് തന്നെ ഇങ്ങനെ പരാജയ വഴിയിലൂടെ നടന്നു പോകേണ്ട കാര്യം ലക്നൌവിനും ഇല്ല, ഗോയങ്കക്കും ഇല്ല. അപ്പം ഈ മത്സരത്തിൽ ലക്നൗ തിരിച്ചു വരട്ടെ.